ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനിതാ വന്നത് ബേക്കറിയിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മളെ വീട്ടിൽ ഉള്ളിവട ഉണ്ടാക്കിയാലോ എന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് തോന ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില. ഈ ഒരു ഉള്ളി എനിക്ക് എൻ്റെ കാറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ തോന എടുത്തത് കേട്ടോ. നമ്മൾ വൈകുന്നേരം കട്ടൻ ചായക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 3-4 ഉള്ളി മാത്രം മതിയേ. അങ്ങനെ ഈ ഒരു ഉള്ളി ഇതാ ഇതുപോലെ വളരെ നൈസായിട്ട് കേട്ടോ എരിഞ്ഞെടുക്കേണ്ടത്. എത്രത്തോളം നൈസാക്കാൻ കഴിയുണ്ടോ അത്രത്തോളം നൈസാക്കണം. അപ്പോഴാണ് ഈ ഒരു ഉള്ളിവടയുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുക. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉള്ളിവട തന്നെയാണ് കേട്ടത്. പിന്നെ അതാ ഇഞ്ചി കണ്ടില്ലേ, ഇതുപോലെ എത്ര ചെറിയ പീസാക്കാൻ കഴിയുന്നുണ്ടോ അത്ര കണ്ടില്ലേ, ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഒരു പേസ്റ്റിനാട്ടി നല്ല എന്താണെന്നോ ഇതുപോലെ അരിഞ്ഞെടുക്കണം. നമ്മൾ ഈ ഉള്ളിവടയൊക്കെ കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതാ ഈ പച്ചമുളകും ഇതുപോലെ ചെറുതാക്കി തരിക, കരിവേപ്പിൻ്റെ ഇലയും ഇതുപോലെ ചെറുതാക്കി തരിക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1-2 മസാലക്കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു വീഡിയോ കണ്ടുകൊടുക്കുന്ന ഇടയിൽ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എന്താ ഞാൻ 1.5 സ്പൂണ് മുളക് പൊടി അടുത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല കൂടിയാണ് ചേർക്കുന്നത്. ഈ രീതിക്ക് ഞാൻ സ്പെഷ്യൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു തട്ടുകടയിൽ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ആ ഒരു ഉള്ളിവടേൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു സൂത്രം കണ്ടില്ലേ. ഒരു 1/2 സ്പൂണ് പഞ്ചസാര. ഈ ഒരു ഇത്രയും ഉള്ളിക്ക് 2 കിലോന് ഉള്ളി ഉണ്ടാവും കേട്ടോ. ആ 2 കിലോ ഉള്ളിക്ക് ഞാൻ ചേർക്കുന്നത് 1/2 സ്പൂണ് പഞ്ചസാരയാണ്. അപ്പം നമ്മൾ 4 ഉള്ളിയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു നുള്ള് പഞ്ചസാര ഇട്ടോ. ഒരിക്കലും മുന്നിലേക്ക് മധുരം നിൽക്കരുത്. അപ്പം നമ്മൾ ഉള്ളിവടയുടെ ആ ഒരു ടേസ്റ്റ് പോവേ. ചെറുതായിട്ട് എരിവും ചെറുതായിട്ട് മധുരമൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് അടിപൊളി തന്നെയാണ്. പിന്നെ ഇതാ ഞാനിതിലേക്ക് 2.5 തവി മൈദയും ഒരു 1.5 തവി അരിപ്പൊടി കേട്ടോ. എത്ര നമ്മൾ മൈദ എടുക്കേണ്ടത് അതിൻ്റെ പകുതി മാത്രം അരിപ്പൊടി എടുത്തിട്ടതാ ഇതുപോലെ അങ്ങോട്ട് വെള്ളമൊന്നും ഇല്ലാതെ കൈ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആ ഉള്ളിയാണ് കേട്ടോ മാവിനാട്ടിലും പിന്നെ മുന്നിൽ നിൽക്കേണ്ടത്. അത് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ. ഇതിപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ബോളൊക്കെ ആക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ബോളാക്കാൻ കഴിയണില്ലെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കുക. അതാണ് ഇതിൻ്റെ യഥാർത്ഥത്. ഞാൻ രാവിലെ ഒരു 10-25 ഉള്ളിവട ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ മറന്നതാണ്. പിന്നെ ഞാൻ ഏതായാലും എനിക്ക് വൈകുന്നേരം കുറച്ചും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിവട ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ കയ്യിൽ വെച്ചിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ട് പരത്തിയെടുക്കുക. അത് വേണ്ട പരത്തലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ സംഭവം വീഡിയോ ഓണാക്കാൻ മറന്നതാണ്. അങ്ങനെ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഓരോന്ന് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണേ. പെട്ടെന്നൊക്കെ അങ്ങോട്ട് നമ്മൾ മറിച്ചിടരുത് കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ അതിന് ശേഷം ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇടുന്ന സമയത്ത് തീയൊന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഉള്ളിയിട്ട് വെന്ത് കിട്ടാൻ, കാരണം പുറമെ കണ്ടാൽ വിചാരിക്കും നല്ല വെന്താണ്, ഉള്ളിൽ വെന്തുണ്ടാവില്ല. അതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഉള്ളിവട ഓരോന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് കുറച്ച് പാർസലിൻ്റെ ആവശ്യം വന്നിട്ട് കേട്ടോ. അന്നേരം ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ പാർസലായി പോവാണ്. അതാ ഇതുപോലെ അങ്ങോട്ട് നെരിയിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ഉള്ളിവടൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഈ ഒരു ഉള്ളിവട ഉണ്ടാകണം വൈകുന്നേരമൊക്കെ കട്ടൻ ചായക്ക് നല്ല നെരിച്ചിലോട് കൂടി ചൂടോട് കൂടി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. വീണ്ടും ഉണ്ടാക്കാൻ തോന്നും, വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനെ എന്താ ഞാൻ ഓരോന്നിതാ ഈ ഒരു എണ്ണയ്ക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വെറും 5-6 മിനിറ്റിനോട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ഉള്ളി നമ്മൾ ഒരുപാട് നേരം കുഴച്ചിങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ. വേഗം നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കി കുഴക്കുക, വെളിച്ചെണ്ണയ്ക്ക് ഇടാതെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഉള്ളി ഇങ്ങനെ വെള്ളം ആയി പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാക്കാണ്ടല്ലേ. അപ്പോൾ ഉള്ളിവടയുടെ ലാസ്റ്റ് ഇതാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ ഉള്ളിവടയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ കാറ്ററിംഗ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി എൻ്റെ കൂട്ടുകാർ ചോദിച്ചിട്ട് എന്തായി കാറ്റർ നിർത്തി വെച്ചോ, എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ. അപ്പോൾ ഇതാ ഞാൻ പറയാതിരിക്കുന്നത്, ഇന്ന് വീഡിയോസിൽ പറയുന്നത് ശരിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഉള്ളി കൊണ്ട് ഒരു സംഭവമാട്ടോ. ഉള്ളിൽ മുട്ടൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിവട ഇതാ, പിന്നെ ഉണ്ടാക്കിയത്, ചിക്കൻ റോൾ ഉണ്ടാക്കിയത്, പഴംപൊരി, കൽത്തപ്പം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞതാണ് കേട്ടോ. സമൂസ ഞാൻ ഒരു പുലർച്ചെ ഒരു 3:30 ആകുമ്പോൾ എണീക്കും. എന്നാലൊരു 5:30 6 മണിയാകുമ്പോഴത്തേൻ്റെ എല്ലാ പരിപാടിയും കഴിയും കേട്ടോ. രാത്രി തന്നെ ഞാൻ കുറച്ചൊക്കെ ഈ ഒരു നെയ്യപ്പത്തിനുള്ള മാവൊക്കെ അടിച്ച് വെക്കുക, അങ്ങനത്തെ ഒരു വിധ സംഭവമൊക്കെ രാത്രി തന്നെ കഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ റാഹത്തായിട്ട് പോണത്. അപ്പോൾ ഇന്നത് പാർസലായിട്ട് അധികം പോണത്. അപ്പോൾ മാഷാ അല്ലാ ഇതുപോലെ തന്നെ പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.